2 ദിവസമൊക്കെ കുളിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ചില ആളുകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ 15 വർഷത്തോളം കുളിക്കാതെ, അതും ഒരേ റൂമിൽ തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തി എന്തൊക്കെയോ കഴിച്ച ആഹാരത്തിൻ്റെ ഫുഡൊക്കെ അവിടെ തന്നെ കിടന്ന് ഒരേ റൂമിൽ തന്നെ 15 വർഷം ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കൊന്നും ചിന്തിച്ച് നോക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അല്ലേ. നമുക്കൊന്നും അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. നമ്മൾ കുറച്ച് ദിവസമൊക്കെ വീട്ടിലിരുന്നാൽ തന്നെ ബോറടിക്കുന്ന ആളുകളാണ്. പുറത്തൊക്കെ പോലും ഇറങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ ഒരുപാടുമായിട്ട് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ നമ്മുടെ ഈ നാട്ടിൽ, അതും ഈ കൊച്ചു കേരളത്തിൽ തന്നെ 15 വർഷത്തോളമായിട്ട് ഒരേ റൂമിൽ തന്നെ ഇരുന്ന് അവിടെ തന്നെ തൻ്റെ മലമൂത്ര വിസർജനവും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കിടന്നിട്ട് എന്താ പറയുക, അതിൽ തന്നെ കിടന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി, അതും കഴിഞ്ഞ 15 വർഷമായിട്ട് നമുക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള കഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ളത്. അങ്ങനെ 15 വർഷത്തോളം ആ ഒരു മുറിക്കുള്ളിൽ തന്നെ താമസിച്ച ആ ഒരു സ്ത്രീയെ ഇപ്പോൾ ഇതാ ഗിൽഗൽ ആശ്വാസ ഭവൻ ചാരിറ്റി ട്രസ്റ്റുകൾ ആ ഒരു സ്ത്രീയെ കണ്ടെത്തുകയും അതിൽ നിന്ന് മോചിപ്പിച്ച് തങ്ങളുടെ ആ ട്രസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആ ഒരു കൊണ്ടുവരുന്ന കാഴ്ച കണ്ടാൽ തന്നെ നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ആ ഒരു റൂമിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ, അത്രയും ദുർഗന്ധവും ആ ഒരു റൂമിൽ വസ്ത്രം പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. എന്തായാലും അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കയറി ചെല്ലുന്ന ആൾ എന്താ പറയുക, അത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനത്തെ ഒരു ആളെ അങ്ങനെ തൊടുകയും പിടിക്കുകയും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മനസ്സിനെ നമുക്ക് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം എളുപ്പമല്ല മറ്റുള്ളവരാളെ സഹായിക്കുക എന്നുള്ള മനസ്സും അവരുടെ ആ ഒരു അവസ്ഥയിലും അവരുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റുന്ന അവരുടെ മനസ്സുണ്ടല്ലോ, അത് അത്രയും നന്മ നിറഞ്ഞൊരു മനസ്സിൻ്റെ ഉടമകളാണ് അവർ. അങ്ങനെ ശരീരം മൊത്തം മലമൂത്ര വിസർജനവും അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലും അവരെ താങ്ങി പിടിച്ച് കൊടുന്ന് അവരെ ആ ഒരു ട്രസ്റ്റിലേക്ക് കൊടുന്ന് അവരുടെ മുടിയെല്ലാം അവർ പറയുന്നൊരു കാര്യം എന്താ പറയുക, ആദ്യം കണ്ടപ്പോൾ അതൊരു തലാണക്കെട്ടാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് അത് എടുത്തു നോക്കിയപ്പോഴാണ് മുടിയാണെന്ന് മനസ്സിലായത്. അത്രയും ജട പിടിച്ച ഒരവസ്ഥയിൽ 15 വർഷം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ചീകാതായുള്ള അവസ്ഥ തന്നെ മുടിയുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ 15 വർഷത്തോളം ആ ചീകാതെ വെച്ചിരിക്കുന്ന മുടിയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥ, വെറും ഒരു ജടക്കെട്ട്, അത് മുറിച്ച് കളയുന്ന രംഗം ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിനന്ദിക്കേണ്ട ആരാണെന്നറിയോ, ആ നാട്ടിലെ നാട്ടുകാരെയും ആളുകളെയും അവരുടെ കുടുംബക്കാരെയും. ഈ 15 വർഷം ആ ഒരു അമ്മ ആ ഒരു ഇതിൽ ജീവിച്ചിട്ട് ഇത് കണ്ടില്ല എന്ന് അവരെന്തായാലും തീർച്ചയായിട്ടും ആ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അറിയാതിരിക്കില്ലല്ലോ. കുറച്ച് ദിവസം ഒരാളെ കാണാതായാൽ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും. അപ്പോൾ ഈ 15 വർഷത്തോളം ആ ഒരു അമ്മയെ കാണാതായിട്ട് അവർ അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് തീർച്ചയായും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ അതിന് മുതിരാതെ ഒരു പോലീസിനെ അറിയിക്കാനോ മറ്റുള്ള ആളുകളെ അറിയിക്കാനോ ഒന്നും മുതിരാതെ അത് തങ്ങളുടെ പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങി നിന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് അല്ലേ. എന്തായാലും ആ അമ്മയെ ഏറ്റെടുത്ത ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവൃത്തി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടാകും. അവരുടെ ആ അമ്മക്ക് അതിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ടുള്ള ഒരു സന്തോഷം കാണണം, മറ്റുള്ള ആളുകളെ കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം, 15 വർഷത്തോളം വെളിച്ചം കാണാതെ ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സന്തോഷം, ഒരു കുത്തുകൊണ്ട് നല്ല ഗ്ലാസ്സിൽ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ സന്തോഷമൊക്കെ ആ അമ്മയുടെ മുഖത്ത് നമുക്ക് അത്രയും വ്യക്തമായിട്ട് കാണാം. അപ്പം നിങ്ങളുടെ അറിവിലൊക്കെ ആരെങ്കിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു ഇത് ഇല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുക. ആരാണോ അവരെ സഹായിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ അവരെ അറിയിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക.